പിന്നെ എനിക്ക് കുറച്ച് മൂല്യന്മാരോട് കുറച്ചൊരു 3 മിനിറ്റ് ഉണ്ടാവട്ടെ. ഇത് കുറച്ച് അത്യാവശ്യമുള്ള കാര്യമായിട്ട് പറയാൻ. പിന്നെ നിങ്ങളതൊന്ന് കംപ്ലീറ്റ് കേൾക്കണം. എനിക്ക് കുറച്ച് മൂല്യന്മാരായ ആളുകളോടാണ് പറയാനുള്ളത്. അതായത് നിങ്ങൾ ഈ പ്രസംഗിക്കുമ്പോൾ ആവശ്യമില്ലാതെ നിങ്ങളതൊക്കെ പറഞ്ഞോളൂ. പക്ഷെ നിങ്ങൾ ഈ ലൈവ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളെ പ്രസംഗം ദയവ് ചെയ്ത് പ്ലീസ്. ഞാനൊരു ഇസ്ലാമിനെ ജീവിക്കുന്ന ഒരു മുസ്ലിമായ ഒരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറയണം. എനിക്ക് ഇനിയിപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കേൾക്കുക. ഞാൻ അയച്ചു കൊടുക്കും മനുഷ്യന്മാർക്കൊക്കെ, പ്രസംഗിക്കുന്ന ആൾക്കാർക്കൊക്കെ. കാരണം എന്താ വെച്ചാൽ ഇവരിത് പ്രസംഗിക്കാൻ വന്നിട്ട് പിന്നെ സ്വർഗത്തിൽ അതുണ്ട്, സ്വർഗത്തിൽ ഇതുണ്ട്, അല്ലെങ്കിൽ പിന്നെ മറ്റാളുകൾ അത്, അല്ലെങ്കിൽ ഈ സെക്സ്വലായിട്ടൊക്കെ ഓരോന്ന് പറയണമെന്ന് വെച്ചാൽ ഇതിലൊക്കെ എന്താ വെച്ചാൽ അത് പണ്ടത്തെ കാലമല്ല. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ തന്നെ ആളുകളെ മൊബൈലിലെത്തും സാധനം. ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് നടക്കല്ലേ. എന്താ നിങ്ങളിതൊക്കെ ചെയ്യണത്? ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് ഓരോന്ന് പറയുക, ഓരോ കോൺട്രവേഴ്സി ഓരോരുത്തർ ഇങ്ങനെ ഉണ്ടാക്കുക, വെറുതെ ഉണ്ടാക്കുക, ആൾക്കാർക്ക് റിയാക്ഷൻ ചെയ്യാനായിട്ട് ഉണ്ടാക്കുക. പിന്നെ വേറെ കുറച്ച് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കട്ട് ക്ലിപ്പ് ഇടുന്ന ആൾക്കാർ ഓരോടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ഇടല്ലേ. ഇങ്ങനെ ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിലിടാം, ആ ക്ലിപ്പ് വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ എന്താണ് ആളുകളിലേക്ക് എന്തിനാണ് എത്തിക്കണത്? അയാൾ അദ്ദേഹത്തിൽ പറഞ്ഞു, എന്നാലും പിന്നെ അങ്ങനെ എത്തിക്കണം ഓരോ ആൾക്കാർ. നിങ്ങളിനി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഒക്കെ ഒന്ന് ചിന്തിക്കുക. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന്. അതേമാതിരി പിന്നെ പറയാനുള്ളത് കുറച്ച് റിയാക്ഷൻ ആൾക്കാരുണ്ട്. വെറുതെ ഒരാവശ്യം ഓൾക്ക് റീച്ച് കിട്ടാനും വേണ്ടി വെറുതെ. അതായത് ഞാനൊരു മുസ്ലിമായ ആളോടെ പറയും, ഞാൻ ഇസ്ലാമിനെതിരെ ഒന്നുമല്ല. പക്ഷെ എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നിൽക്കേണ്ടി വരും. ഓരോരുത്തർക്കും ഓരോരോ മതമുണ്ട്, അതിൽ ഓരോരോ ആരാധനാകർമ്മങ്ങളുണ്ട്. അതിനൊക്കെ അനുയോജ്യമായൊരു രാജ്യമാണ് നമ്മൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം എനിക്കുള്ളത് ഞാൻ നിസ്കരിച്ച് ഞാൻ പോകും. ഇപ്പോൾ ഹിന്ദുക്കളെന്ന് ചോദിച്ചപ്പോൾ എന്താ ഓല കാര്യങ്ങളും ചെയ്തു, ക്രിസ്ത്യാനികൾ ഓല കാര്യങ്ങൾ ചെയ്തു പോകും. അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ചെയ്തു പോകും. പിന്നെ ഇങ്ങനെ ഇതിൽ വന്നിട്ട് പറയണം, അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയണം. കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ദയവ് നിങ്ങൾ പറയരുത്. എന്താ വെച്ചാൽ അതുണ്ട്, ഇതുണ്ട്, സ്വർഗം അതൊക്കെ ഉണ്ട് എന്ന് ഇന്ന പോലത്തെ ഒരു വിശ്വാസിയായ ആളുകൾക്ക് അതൊക്കെ അറിയാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതറിയാൻ താല്പര്യമൊക്കെ ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറയരുത് പ്ലീസ്. ദയവേത് മൂല്യമായിട്ട് അതൊക്കെ അറിയിക്കാറുള്ളത്. നിങ്ങളൊക്കെ ഒരുപാട് പഠിച്ച ആൾക്കാരാണ്, അന്തമുള്ള ആൾക്കാരാണ്, ഒക്കെയാണ്. പക്ഷേ ദയവേത് ഇങ്ങനത്തെ ഓരോ പണി കാട്ടേത് ദയവേത് പ്ലീസ്. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്, എല്ലാതും. എന്നാലും ആവശ്യമില്ലാതെ വെറുതെ കുറേ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മതങ്ങളുണ്ട്. എനിക്ക് എൻ്റെ മതം, എനിക്ക് എൻ്റെ മതം, മറ്റോൻ്റെ മതം, ഓൻ്റെ അതിനനുസരിച്ച് അങ്ങനെ പൊടിഞ്ഞ് വളരെ കുറച്ച് കാലമുള്ള ലോകം ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ആളുകളെ ബുദ്ധിമുട്ടാക്കാതെ ആളുകളെ സഹായിച്ച് ജീവിതം മുന്നോട്ട് പോട്ടെ. സന്തോഷം പരക്കട്ടെ, സന്തോഷം മാത്രം പരക്കട്ടെ. ഇൻഷാ